SNDP യോഗത്തിന്റെ ആസ്ഥാന മന്ദിരം ഇരിക്കുന്നത് SN ട്രസ്റ്റിന്റെ പേരിൽ കരടയ്ക്കുന്ന ഭൂമിയിലാണ്. ഇന്ന് SNDP യോഗത്തിന്റെ ആസ്ഥാന മന്ദിരം ജപ്തി ചെയ്തിരിക്കുകയാണ്. SNDP യോഗത്തിന്റെ ആസ്ഥാനം ആ ഇരിക്കുന്ന സ്ഥലം ജപ്തിയിലാണ്. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് നടത്തിയിട്ട് സർക്കാരിൻ്റെ 3% പലിശക്ക് കിട്ടിയ എന്ന പൈസ വകമാറ്റി കൂടിയ തുകയ്ക്ക് പലിശക്ക് കൊടുത്തത് വിഷയമായി VS അച്യുതാനന്ദൻ എന്റെ പരാതിക്കാരൻ. അറിയാലോ, താങ്കൾക്ക് അറിയാലോ, എത്രയോ കേസുകളുണ്ട് ഇവിടെ. ആ VS അച്യുതാനന്ദൻ കേസ് കൊടുത്ത ആ കേസ് ആയി വന്നിട്ട് ഇതുവരെ 10-15 വർഷമായിട്ട് ആ കേസിൽ അന്വേഷണവും ഇല്ല, ഒന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന ഏറ്റുമാനൂരാണ്. എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഏറ്റുമാനൂർ. ഞാനിവിടെ ജനിച്ചു വളർന്നയാളാണ്. എനിക്ക് 57 വയസ്സായി. ഈ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പൊളിറ്റിക്സ് ആണ് പറയുന്നത്. ഞായറേഴ് വായിക്കത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ അന്ന് 2016 BDJS 15 ഉണ്ടാകുന്നു. ഡിസംബർ മാസം 5-ാം തീയതി ശംഖുമുഖത്ത് 5-10 ലക്ഷം ആളുകളെ നിർത്തിക്കൊണ്ട് ജയ് BDJS എന്ന് പറഞ്ഞ അദ്ദേഹം കൊടിപൊക്കിയതാണ്. ഈ BDJS എന്ന് പറഞ്ഞ പാർട്ടി അത്രയും ലക്ഷം പേര്, എത്ര ഓരോ ശാഖായോഗങ്ങൾക്കും ഓരോ യൂണിയനുകൾക്കും ചെലവായ കോടിക്കണക്കിന് പൈസയുണ്ട്. ഇയാളത് തിരിച്ചു തരുമോ? പറ. BDJS NDAയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. പറയട്ടെ, ആ പൊടിവെക്കിയ പാർട്ടി 2016 മത്സരിക്കുമ്പോൾ NDA ആയിട്ട് കൂടി മത്സരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയും ഹെലികോപ്റ്ററിൽ കയറിയ കേരളം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ട് NDA വോട്ട് പിടിക്കാൻ. അല്ല, പറയട്ടെ, തെറ്റാണ് ഞാൻ പറയുന്നത്, തെറ്റാണെന്ന് ഞാൻ പറയട്ടെ. അങ്ങനെയല്ലേ വേണ്ടത്. BDJS ഉണ്ടാക്കിയ ആളാണ് ഇദ്ദേഹം. ആ BDJS 2016 ഇലക്ഷൻ കഴിഞ്ഞപ്പം കുടം പൊട്ടി, പൊൻകുടത്തിൽ താമര വിരിക്കാൻ കുടം പൊട്ടി താമര വാടി. അപ്പോഴേ അദ്ദേഹം പിണറായിയുടെ കാലെ പിടിച്ചു.